നമസ്കാരം. വർഗീയവാദികളുടെ നടുവിനടി കൊടുത്ത് മീനാക്ഷി. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പുളയുന്ന പുളയിൽ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. പിന്നെയും മറ്റൊരു പോസ്റ്റ് കൂടി മീനാക്ഷി ഫേസ്ബുക്കിൽ ഇട്ടു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു. പിന്നാലെ മീനാക്ഷിയുടെ മറുപടിയും എത്തി. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നടിയും അവതാരികയുമായ മീനാക്ഷി ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത്. മതമതിലുകൾക്കപ്പുറമാണ് മതനിരപേക്ഷത. ചോദ്യം: നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷത എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാണോ? വളരെ വലിയ അർത്ഥതലങ്ങളുള്ള വിഷയമാണ് എന്റെ അറിവിന്റെ പരിമിതിയിൽ. ചെറിയ വാചകങ്ങളിൽ ഉത്തരം മതമിളകില്ല തനിക്കെന്ന് ഓരോ ആളിനും ഉറപ്പായാൽ തനിയെ നടപ്പായിക്കൊള്ളും മതനിരപേക്ഷത എന്നാണ് എന്റെ മതം എന്നാണ് മീനാക്ഷി എന്ന് പറയുന്ന മിടുക്കി ഫേസ്ബുക്കിൽ കുറിച്ച്. അത് വലിയ വൈറലായി, വലിയ ചർച്ചയായി, ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ ഒഴുകിയെത്തി. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ യുവത, ഇങ്ങനെ വേണം പുതിയ തലമുറ ചിന്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ വരാൻ ഇടയായി. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ഥിരം വിഷം തുപ്പുന്ന നമ്മുടെ വിഷകലയെ പോലെ ഒരു പുതിയൊരു ഐറ്റം ഉണ്ടല്ലോ സംഘപരിവാറിന് ഇടയിൽ, നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ മൂപ്പര് പെട്ടെന്ന് എത്തി. മതമിളകില്ല എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ മതനിരപേക്ഷത നടപ്പിലാക്കാൻ പറ്റും എന്നാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് മതമിളകി നമ്മുടെ എല്ലാത്തിലും മതം കാണുന്ന, വർഗീയത കണ്ണുകളോടെ എല്ലാത്തിനെയും നോക്കിക്കാണുന്ന, വർഗീയത തുപ്പി വിദ്വേഷം തുപ്പി പല കേസുകളിലും ഒക്കെ പെട്ടിട്ടുള്ള ഈ വിവാദ അഡ്വക്കേറ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിച്ചു. ആ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് മുകളിൽ എഴുതിയത്: സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്ന ഈ കൊച്ചിന് മിക്കവാറും കാക്ക കുത്തുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് എന്ന വിദ്വേഷ പോസ്റ്റാണ് ഈ കൃഷ്ണരാജ് ഇട്ടത്. കൃഷ്ണരാജ് ഇങ്ങനെ ഇട്ടില്ലെങ്കിലാണ് നമ്മൾ അതിശയിക്കാനുള്ളൂ. കാരണം കൃഷ്ണരാജ് അങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാലിന്യം തുപ്പുന്ന ഒരു വർഗീയവാദിയെ നമുക്ക് മതനിരപേക്ഷതയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പാടാണ്. കാരണം ഒരുപാട് വയസ്സായ അയാൾക്ക് മത അന്ധത ബാധിച്ച് വർഗീയതയുടെ തിമിരം ബാധിച്ച ഒരു മനുഷ്യനാണ്. അയാളെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയവും അയാളുടെ ആശയവും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അയാളെ പ്രത്യേകിച്ച് വലിയ മൈൻഡ് കൊടുക്കാതിരിക്കുക എന്നത് മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ വാർത്തയാക്കാതെ വേറെ വഴിയില്ല. ഇങ്ങനെ ചില വിഷപ്പാമ്പുകൾ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും കൊള്ളേണ്ടത് കൊണ്ടിട്ടുണ്ട് മീനാക്ഷിയുടെ പോസ്റ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നാലെ തന്നെ വേറൊരു പോസ്റ്റ് കൂടി മീനാക്ഷി ഫേസ്ബുക്കിൽ ഇട്ടു. ആ പോസ്റ്റ് മന്ത്രി വി ശിവൻകുട്ടി എന്തായാലും വലിയ രീതിയിൽ തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആ പോസ്റ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. ആ പോസ്റ്റ് എന്തായിരുന്നു കൂടി നമുക്ക് നോക്കാം. വർണ്ണമില്ലാത്ത വർണ്ണ പിരമിഡ്, ചില ചിന്തകൾ എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് അടിയിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: MG യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈയിടയ്ക്ക് രാജശ്രീ ഗോഡിയുടെ റീസസ് ആൻഡ് ഓഫറിംഗ് എന്ന പാഠഭാഗം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇത്തരം ഒരു ചിന്തയ്ക്ക് അത് കാരണമായി. റീസസിന്റെ സാരാംശം ഇതായിരുന്നു: ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി അവന്റെ വിശപ്പിനെ പോലും ഭയക്കുന്നു. കാരണം സ്കൂളിൽ നിന്നും ഭക്ഷണം തേടി പുറത്തുപോയ കുട്ടി തന്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം തേടി പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴുമുള്ള ടീച്ചറിന്റെ പണിഷ്മെന്റിനെ അവൻ ഭയക്കുന്നു. ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നുവെന്ന് പലപ്പോഴായി അഥവാ പല സാഹചര്യങ്ങളിലായി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 8ാം ക്ലാസ് മുതൽ നാം പഠിക്കേണ്ടി വരുന്ന വർണ്ണ പിരമിഡുകളും ഇതിനോടൊപ്പം ശ്രദ്ധയിൽപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് എഴുതിയതിന് ശേഷം തൊട്ടു താഴെയായി ഇപ്പോഴും നിലനിൽക്കുന്ന ദളിതൻ, അൺടച്ചബിൾസ് എന്ന പദം അന്നും ഇന്നും എന്നെ അലോസരപ്പെടുത്തുന്നു. അതിനോടൊപ്പം മറ്റൊരു ബ്രാക്കറ്റിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നുകൂടി ചേർത്തിരുന്നുവെങ്കിൽ എന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 13 വയസ്സുകാരിയുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് ശരിയായ അറിവ് ആർജിക്കുക എന്നത് ഒരു വിദ്യാർത്ഥിയുടെ അവകാശമായി തീർന്നിരിക്കുന്നു. വാസ്തവത്തിൽ ശരിയും തെറ്റുമെല്ലാം അവനിലോ ഇവനിലോ അല്ല, മറിച്ച് എന്നിലോ നിന്നിലോ ആണ് നിലനിൽക്കുന്നതെന്ന ബോധ്യം ചില തിരുത്തലുകൾക്കെങ്കിലും വഴിയൊരുക്കിയേക്കാം. കാലത്തിനെയോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിനെയോ മാത്രം പഴിചാരി മാറാൻ ആഗ്രഹിക്കാത്ത മാനുഷിക മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ജാതി വേർതിരിവുകൾ തിരിച്ചറിയാതിരിക്കാനായാൽ അതിനെ ഒരു വിദ്യാഭ്യാസ കുറവായല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ വിജയമായി കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനാക്ഷി ഫേസ്ബുക്കിൽ കുറിച്ച്. പിന്നാലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയുടെ പോസ്റ്റ് വന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: പ്രിയപ്പെട്ട മീനാക്ഷിക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള മീനാക്ഷിയുടെ അഭിപ്രായങ്ങൾ കണ്ടു. അഭിപ്രായങ്ങൾക്ക് നന്ദി. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളെല്ലാം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളിൽ ചേർത്തിട്ടുണ്ട്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഇത്തരം അഭിപ്രായങ്ങൾ കേട്ടാണ് നാം പുതിയ പാഠ്യ പദ്ധതി തയ്യാറാക്കിയത്. ഓരോ
വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങൾ പുതുക്കുമെന്ന് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് എയ്ഡ് സംബന്ധിച്ച കാര്യങ്ങളും ട്രാഫിക് ബോധവൽക്കരണവും സാമ്പത്തിക സാക്ഷരതയും വേസ്റ്റ് മാനേജ്മെന്റും നിയമ സാക്ഷരതയും എല്ലാം വിവിധ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ ചേർത്തിട്ടുണ്ട്. പുതിയ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉണ്ടാകട്ടെ, നല്ലതിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വാഗതം ചെയ്യുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിൽ ഇട്ടത്. അതിന് പിന്നാലെ തന്നെ മറുപടിയുമായി മീനാക്ഷി എത്തി. മീനാക്ഷി ഇങ്ങനെ പറയുന്നു: പോസ്റ്റ് ശ്രദ്ധിച്ചതിലും കാര്യമുണ്ടെന്ന് കണ്ട് കൂടെ ചേർത്തതിനും അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി. മുമ്പും വിദ്യാർത്ഥി എന്ന നിലയിൽ സാറിനോട് എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയിരുന്നു. വളരെ സ്നേഹപൂർവ്വം എനിക്ക് ഉത്തരങ്ങൾ തന്നതും ഓർമ്മയുണ്ട്. ഇപ്പോൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാം എന്നറിയിച്ചതിലും ഹൃദയപൂർവ്വം നന്ദി എന്നാണ് പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ മുന്നേറുക എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ഒരു കാര്യം കൂടി നമ്മളിവിടെ കാണേണ്ടതുണ്ട്. ഫേസ്ബുക്കിൽ മതത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും മീനാക്ഷി ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിനെ സംഘപരിവാറുകാർ എങ്ങനെയാണ് കാണുന്നത്? എന്നാൽ ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഇടതുപക്ഷക്കാരൻ എങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ കണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ എല്ലാവരും ഹൃദയപക്ഷമായി കണ്ടുകൊണ്ട് ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നമുക്കറിയാമല്ലോ, സംഘപരിവാറിനെതിരെ, സംഘപരിവാർ ശക്തികൾക്കെതിരെ പോരാടാൻ കഴിവുള്ള ഒരേ ഒരു പ്രസ്ഥാനം അത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നത് പോലും ഇതുകൊണ്ടൊക്കെയാണ്. ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കണ്ടില്ലേ? UDF ഒക്കെ ഭരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണം നമ്മൾ ഇതുവരെ ഒരിടങ്ങളിലും കണ്ടിട്ടില്ല. മാത്രമല്ല, ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണല്ലോ ഇന്നും അന്നുമൊക്കെ കോൺഗ്രസും സ്വീകരിക്കുന്നത്. BJPയുടെ ഒരു ചെറിയ മറ്റൊരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും ഒക്കെ ഒരു BJP മൈൻഡുള്ള ആളുകളാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഒരു അഭിനന്ദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തേക്ക് നമ്മൾ കണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ ഏതെങ്കിലും അവരുടെ കോൺഗ്രസിലുള്ള ഏതെങ്കിലും ഒരു നേതാക്കൾ ഒരു പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടോ? ഇല്ല. പക്ഷെ ഇത്തരം വിഷയങ്ങളൊക്കെ വ്യക്തമായി നിലപാട് പറയാൻ, ഇത്തരം ആളുകളെ ചേർത്ത് നിർത്താൻ ഒക്കെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുന്നു. ഇപ്പൊ വേടന്റെ വിഷയത്തിൽ പോലും വേടൻ പറഞ്ഞ രാഷ്ട്രീയം, അയാളെ പല കേസുകളിലൊക്കെ ചിലപ്പോൾ പിടികൂടിയിട്ടുണ്ടാവും. പക്ഷെ അയാൾ പറയുന്ന രാഷ്ട്രീയം അത് ദളിത് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിലൂടെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ, അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇടതുപക്ഷം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന ഇടം അത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടമാണെന്നും നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റിയ ഒരു ഇടമാണ് എന്നുള്ള ബോധ്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ജനിക്കുന്നത്. എന്തായാലും ചിലർ മതം കൊണ്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ, ചിലർ മതം കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ മതഭ്രാന്തിളകിയ ആളുകളെ ചെങ്ങലക്കിടുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. അവർ ആ മതഭ്രാന്തിളകിയ ആളുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കും. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന വർണ്ണ വിവേചനത്തിനെതിരെയും ഒക്കെ സംസാരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കും. ഈ സർക്കാരിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ്, ആ നടിയിട്ട പോസ്റ്റ് പലരും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് നടിമാർ ഇതാണ് മാതൃകയാക്കേണ്ടതെന്നാണ്. പല നടിമാർക്കും, പല കലാകാരികൾക്കും, കലാകാരന്മാർക്കും ഒക്കെ മാതൃകയാണ് ഈ പെൺകുട്ടി എന്നാണ് പറയുന്നത്. പലപ്പോഴും മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിഗംഭീരമായി തന്നെ അവർ അവരുടേതായിട്ടുള്ള നിലപാടുകൾ പലയിടങ്ങളിലും പല വിഷയങ്ങളും രേഖപ്പെടുത്തി ഞാൻ കണ്ടിട്ടുണ്ട്. മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി അവതാരികയും നടിയുമാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ട് മേഖലയിലും അവർ നല്ല രീതിയിൽ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ ആ കുട്ടി ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന ഓരോ കാര്യങ്ങളും വാർത്തയാകുന്നത് കാണുമ്പോഴും അത് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു പ്രചോദനമായി മാറട്ടെ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. മതഭ്രാന്തിളകിയ ആളുകൾക്കിടയിൽ ഒരു തലമുറയുണ്ട്, വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്, അവർക്ക് ചെങ്ങലയിടുന്ന ഒരു തലമുറ എന്ന് മീനാക്ഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.